തൃശൂർ കോടാലി സർക്കാർ LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ഇന്ന് പുലർച്ചെ അടർന്നു വീണു. ആ സമയമായതുകൊണ്ട് വലിയ അപകടം ഒഴിവാകുകയായിരുന്നു. സാധാരണ ക്ലാസ് ഇല്ലാത്ത സമയങ്ങളൊക്കെ കുട്ടികൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ ഉൾഭാഗം. ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. അവിടെ എന്തോ പ്രതിഷേധവും നടക്കുന്നുണ്ട്. ലിഷോയ്, ആരാണിപ്പോൾ പ്രതിഷേധിക്കുന്നത്? വലിയ തോതിലൊരു നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അവിടെ, അല്ലേ? ഇവിടെ കോൺഗ്രസിന്റെയും BJPയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതായത് ഈ പ്രശ്നത്തിന്റെ ഒരു ഗുരുതരമായ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു പ്രതിഷേധം നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും അടർന്നു വീണിരിക്കുകയാണ്. ഇത് വിഷയം ഞാൻ പറയുന്നത് നിസ്സാര കാര്യമല്ല. അതായത് ഈ ഒരു സീലിംഗ് ഇത് ഒരു കൈകൊണ്ട് പൊക്കാൻ പോലും പറ്റില്ല. അതായത് അത്രത്തോളം നല്ല വെയിറ്റുള്ള ഒരു ബോർഡാണിത്. ജിപ്സം ബോർഡാണെന്ന് തോന്നുന്നത്. നല്ല കനമുള്ള ഒരു ബോർഡാണിത്. അതിന്റെ ഒരു ഭാഗമാണിത്. അതായത് ഈ ബോർഡ് എന്തായാലും ഏതെങ്കിലും തരത്തിലൊരു വലിയ പ്രായമായവരുടെ തലയിൽ തന്നെ വീണാൽ വലിയ അപകടം ഉണ്ടാകും, ജീവഹാനി വരെ ഉണ്ടാകാവുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഇതിൽ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് BJPയുടെ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം? ഇത് അഴിമതി ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? അഴിമതി ഉണ്ട് എന്ന് മാത്രമല്ല, ഇത് വളരെ ബോധപൂർവം കുട്ടികളുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന രീതിയിൽ വളരെ മുന്നറിയിപ്പ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ 2 വർഷം മുമ്പ് മുന്നറിയിപ്പ് നൽകിയതാണ് നിർമ്മാണത്തിലെ അപാകതയെ സംബന്ധിച്ച്. ഒരു പരിഹാരവും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അപകടാവസ്ഥയിലേക്ക് ഈ കെട്ടിടത്തിന്റെ മുഴുവൻ ഭാഗങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 2 വർഷമായിട്ടുള്ളൂ. 2023 ഒക്ടോബറിലാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത്. എത്ര ലക്ഷം രൂപ? 54 ലക്ഷം രൂപ മുടക്കി MLA ഫണ്ടിൽ നിന്ന് 54 ലക്ഷം രൂപ മുടക്കി കോസ്റ്റ് ഫോർഡ് പണിത കെട്ടിടമാണിത്. എത്ര അപാകതയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും എന്തായാലും അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് വലിയ അഴിമതി ഈ ഒരു സംഭവത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. BJPയുടെ ഭാഗത്തുനിന്ന് ഇവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഇപ്പോൾ എന്താണ് അടുത്തൊരു ഘട്ടം എന്നുള്ള രീതിക്ക് നിങ്ങൾ? 2023 സ്ഥലം MLA രാമചന്ദ്രൻ MLA അധ്യക്ഷ വഹിച്ച് 2020 ഉദ്ഘാടനം ചെയ്ത രവീന്ദ്രൻ മാഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 54 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് കേരളം മുഴുവൻ ഹൈടെക് സ്കൂൾ ആക്കണമെന്ന് പറഞ്ഞ് രവീന്ദ്രൻ മാഷ് കൊട്ടിഘോഷിച്ച, അതല്ലെങ്കിൽ കേരളം മുഴുവൻ 1ാം സ്ഥാനമാണെന്ന് പറഞ്ഞിട്ടുള്ള ഈ കേരളത്തിലെ എല്ലാ സ്കൂളിലും സ്ഥിതി തരത്തിലുള്ള സ്കൂളുകളാണ്. ഈ 54 ലക്ഷം രൂപ ആ സമയത്ത് ഇതിപ്പോ കുട്ടികളുണ്ടായിരുന്നെങ്കിൽ വലിയ ആപത്തുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുമായിരുന്നത്. ശരിയാണ്. ക്ലാസ് സമയത്ത് വലിയ അപകടം ഉണ്ടാകാമായിരുന്ന സാഹചര്യമാണ്. അത് ഭാഗ്യത്തിന് ഒഴിവായി എന്നതാണ്.